ഒരു കരൺ ജോഹർ പ്രൊഡക്ഷനിൽ വരുന്ന മൂവീസ് ഉണ്ട്. സോ പല മൂവീസ് പല രീതിയിലാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില മൂവീസ് ഉണ്ട്, ചില മൂവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു കരൺ ജോഹർ ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ മാറുന്നു. ഇവിടെ ആ ഒരു ടെംപ്ലേറ്റിലാണ് ആർജെ സാക്കോയി വന്നിരിക്കുന്നത്. ആർ മാധവനാണ് ഹീറോ എന്നുള്ള ഒരു വ്യത്യാസമാണ്. അതിൽ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയെ കുറിച്ചാണ്. അതായത് ആർജെ സാക്കോയി എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരു ടീച്ചറും സാൻസ്ക്രിറ്റ് ടീച്ചറുമായി രണ്ടുപേരും തമ്മിലുള്ള മെച്യൂർഡ് ലവ് സ്റ്റോറിയാണ്. ഒരാൾ 30s മറ്റേ 40s. 40s മാധവന്റെ ക്യാരക്ടർ ബുൾജിനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സോ ആ ഒരു കഥാപാത്രം പോകുന്ന സാഹചര്യങ്ങൾ, അത് ആ ഒരു ക്യാരക്ടറിന്റെ ജേണിയാണ് പറയുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ രണ്ട് ഫാമിലീസിനെ കൊണ്ടുവരുന്നു. പിന്നെ അങ്ങോട്ട് നോക്കിയോകാണെങ്കിൽ പ്രേം കഹാനി, നമ്മൾ കരൺ ജോഹർ സിനിമകളിൽ ഡയറക്ട് ചെയ്ത സിനിമകളിൽ കാണുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് യാതൊരു വിലയുമില്ല. സോ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ മൂവിയിൽ വരുന്നത്. ആദ്യമൊക്കെ ഇതുപോലത്തെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. മീൻസ് ഒരു നല്ല പ്രോഗ്രസീവ് തോട്ടാണെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ പ്രോഗ്രസീവ് തോട്ട്സിന് വേണ്ടി മാത്രം ഒരു സിനിമയുടെ പ്രസന്റേഷൻ, ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കരൺ ജോഹറിന്റെ ആ ഒരു പ്രൊഡക്ഷൻ മൂവീസ് ആയിട്ട് കില്ല്, അത് കേസരി ചാപ്റ്റർ 2, ഇതല്ലാതെ ബാക്കിയുള്ള മൂവീസ് ഒക്കെ ഇതുപോലത്തെ കുറച്ച് മൂവീസാണ് അദ്ദേഹം വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ബാക്കിയുള്ള മൂവീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ടെംപ്ലേറ്റ് നല്ല രീതിയിൽ നമുക്കറിയാം. കാരണം എങ്ങനെ പോയാലും നായകൻ അവസാനം നായികയുമായിട്ട് ഒന്നിക്കും. അതിനുവേണ്ടി കുറെ സീക്വൻസസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ കൺവിൻസിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഫ്ലാറ്റേഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്.